ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ എന്താണ് എല്ലാവരുടെയും പരിപാടി? ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇടയ്ക്കുള്ള കളകളെല്ലാം പറിച്ച് അതിനെല്ലാം മരുന്നടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സൺഡേയിൽ ഉള്ള പരിപാടി. അതായത് ചെടിക്ക് ഇടയിൽ വരുന്ന കളകളെല്ലാം പറിച്ച് അതിനെല്ലാം മരുന്നടിച്ചു കൊടുക്കുക. പുഴുക്കുത്തൊക്കെ കാണും. ചെമ്പരത്തിക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പുഴുക്കുത്തെന്ന് പറയുന്നത്. ഇലയിലെല്ലാം കിഴുത്ത് വീണിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിവിടെ അടിച്ചു കൊടുക്കുന്നത് വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് പതിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയുടെ അനുസരിച്ച് അതിന് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വേപ്പെണ്ണ ആകുമ്പോൾ നമുക്ക് മറ്റു രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും അതിനകത്ത് അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ചെമ്പരത്തിയൊക്കെ നിറച്ച് പൂവിട്ട് നിൽപ്പുണ്ട്. ഇപ്പം നല്ല ഒരു ക്ലൈമറ്റ്, അതായത് ഭയങ്കര വെയിലാണെങ്കിൽ പോലും ചെടികൾക്കൊക്കെ അത് പൂവിടാൻ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റാണ്. അടുത്തത് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടമാണ്. തെക്കേപ്പുറം ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതായത് പാവലിനൊരു വെർട്ടിക്കൽ ഗാർഡനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസൊക്കെ സേവ് ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് അതങ്ങനെ ചെയ്തത്. പിന്നെ ഒരു 5-6 മൂട് പടവലം ഒക്കെ ഉണ്ട്. പടവലത്തിനും മരുന്നൊക്കെ അടിച്ചു കൊടുക്കുക പുഴുക്കുത്ത് വരാതെ. പിന്നെ ഈ കോവൽ നീളം കോവലാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കായൊക്കെ പറിച്ചു. അടുത്തത് പൂവും കായും മുട്ടും ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനും പുഴുക്കുത്തൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പുഴുക്കുത്ത് വരുന്നതിന് മുമ്പേ തന്നെ അങ്ങ് മരുന്നടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കുറേ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ്. അതിലെ ആദ്യത്തെ കായൊക്കെ വന്ന് ഒടിച്ച് കളഞ്ഞതാ. ഇപ്പോൾ ഒരു ചെറിയ കാ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നാടൻ തെങ്ങാണ് കേട്ടോ. ഇവിടെ 2 ബെഡ് ഒരുക്കി ഇട്ടിട്ടുണ്ട്. വൈകിട്ട് കുറച്ച് പച്ചമുളകൊക്കെ നടാനുണ്ട്. ഇന്ന് വൈകിട്ടത്തെ പരിപാടി അതാണ്. ഇത് അബിയു എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മഞ്ഞ കളറിൽ നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് വെരിഗേറ്റഡ് സപ്പോട്ടയാണ്. ആദ്യം കാ പിടിച്ചതെല്ലാം കൊഴിഞ്ഞു പോയി. ഇനി അടുത്തത് കാ പിടിക്കുമായിരിക്കും. നല്ലതായിട്ട് കയറി വരുന്നുണ്ട്, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് റെഡ് ലേഡി പപ്പായയാണ്. പിന്നെ ഇത് കുള്ളൻ തെങ്ങാണ്. ഗംഗാ ബോണ്ടോ എന്ന് പറയുന്ന ഒരു കുള്ളൻ തെങ്ങാണ്. അങ്ങനെ തെക്കേപ്പുറം കുറച്ച് ഫ്രൂട്ട്സൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കിലോ പേരയാണ്. ചെറുതിലെ നന്നായിട്ട് കാപിടിച്ച് വരുന്നുണ്ട്. ഒരു 7-8 പേരക്കയോളം ഇപ്പം അതേ കാപിടിച്ച് നിൽപ്പുണ്ട്. ഇത് തായ്ലൻഡ് ചാമ്പയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 3-4 എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 1/4-3/4 കിലോയോളം വരും. അതുപോലെ വലുതാവുന്ന ടൈപ്പ് ചാമ്പയാണ്. ഇത് ഞങ്ങൾ വാങ്ങിയ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. അതെല്ലാം ചട്ടിക്കകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ പെട്ടെന്ന് കായ്ക്കും എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ്. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടികളൊക്കെ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ സീഡ്ലെസ് ലെമൺ പൂത്ത് വരുന്നത് കണ്ടത്. അത്യാവശ്യം കുറച്ച് പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് കാ പിടിച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്തതായിട്ട് പരിപാടി ഈ തറയിൽ നട്ടിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ചുവട്ടിലെല്ലാം നല്ലപോലെ ഇളക്കിയിട്ട് കളയെല്ലാം കളഞ്ഞ് കുറച്ചുകൂടെ തടം വലുതാക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീര നടാനാണ് കേട്ടോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷികളെന്ന് പറയുന്ന പോലെ അതിൻ്റെ ചുവട്ടിൽ ചീര നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചീരയും നനഞ്ഞോളും, അതേപോലെ തന്നെ ആ ഫ്രൂട്ട്സ് നനയ്ക്കുമ്പോൾ ഫ്രൂട്ട്സും നനഞ്ഞോളും. അങ്ങനെ പ്രത്യേകിച്ച് ചീര നനയ്ക്കാനായിട്ട് ഒരു സ്പേസ് വേണ്ട. അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വൈകിട്ട് പരിപാടി അതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല വലിയ തടം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇത് മിറക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും മധുരമാണെന്ന് പറഞ്ഞിട്ട് നഴ്സറി പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ചെറുനാരകത്തിൽ ഒരു കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കട്ടയ്ക്കകത്ത് കയറ്റി വെക്കുന്നത് ഡ്രെയിനേജ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ നാൾ മുമ്പ് നട്ട കൈതച്ചെടിയിൽ കൈതച്ചക്ക കിളിച്ച് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.